പ്രകാശമേ നീ നയിച്ചാലും അറിവിൻ പ്രവാഹമേ നീ തുണച്ചാലും അത് നടക്കാതിരിക്കുകയും ആ നഷ്ട സ്വപ്നങ്ങളെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് ജീവിക്കുന്ന മജീദിനെയും സുഹ്രയെയും ഒക്കെ കടന്നു പോകുമ്പോൾ ഏതൊരു മലയാളത്തിലെ വായനക്കാരും വളരെ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മാത്രമേ കടന്നു പോകാൻ കഴിയൂ. അത്രയധികം വായനക്കാരെ കരയിപ്പിക്കുകയും അവരെ വൈകാരികതയുടെ വലിയ കൊടുമുടിയിൽ എത്തിച്ച ഒരു വിശ്വസാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. നമ്മുടെ മനുഷ്യത്വത്തെയും നമ്മുടെ നന്മയെയും ഒക്കെ പ്രകാശിപ്പിക്കുന്നത് വായനയാണ്. അങ്ങനെ വായിച്ച് നല്ല മിടുക്കരാകാം എന്ന ഒരു വലിയ സന്ദേശമാണ് അദ്ദേഹത്തിന്റെ കൃതികളിൽ. ഇന്ത്യ നാഷണൽ കോൺഗ്രസിന്റെ പേരിൽ മർദ്ദനത്തിൽ നിരയാകുകയും ഭവിക്കുകയും ചെയ്തു. 10 വർഷത്തോളം ഇന്ത്യയൊട്ടാകെ കണ്ടടിച്ചു. കഥാപാത്രം ആത്മാംശമുള്ള എഴുത്തിലൂടെ രചയിതാവ് എന്നെ തിരപ്പുറം കഥാപാത്രമായും ബഷീറിന്റെ സാന്നിധ്യം ലളിതസുന്ദരമായ പ്രയോഗങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഈ നോവലാണ് മലയാള സാഹിത്യത്തിൽ മുസ്ലിം സാമൂഹ്യ ജീവിതം ആദ്യമായി അവതരിപ്പിക്കുന്നത്. അയൽക്കാരായ മജീദിന്റെയും സുഹറയുടെയും കഥയാണ് ബാല്യകാല സഖി. ഏറ്റവും അധികം വായിക്കപ്പെട്ട് എഴുത്തുകാരിൽ ഒരാളെന്നും അദ്ദേഹം വിശേഷിക്കപ്പെട്ടു. ജനകീയനായ എഴുത്തുകാരനായിരുന്നു ബഷീർ. ലളിതമായതും കർമ്മരസം തുളുമ്പുന്നതുമായ സവിശേഷമായ ഒരു രചന രീതിയാണ് അദ്ദേഹത്തിന്റെ. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ ബഷീർ എന്നത് ഒരു വാക്കിൽ കൊണ്ട് നിൽക്കുന്നതല്ല. അദ്ദേഹത്തിന്റെ രചനകൾ അത്രമാത്രം പ്രസക്തി ആർജിച്ച ഒരു രചനകളാണ്. അതിനൊത്ത് നമുക്കറിയാവുന്നതാണ് നമ്മൾ പലപ്പോഴും ഇതേപോലുള്ള കഥാരചനകൾ അദ്ദേഹത്തിന്റെ പ്രസിദ്ധങ്ങളായ ഒരുപാട് കവിതകൾ